കശ്മീർ ഇന്ത്യയുടെ ഭാഗമാണോ? കശ്മീരിന്റെ വലിയൊരു ഭാഗവും ഇന്ത്യൻ നിയന്ത്രണത്തിലല്ലാതായത് എങ്ങനെയാണ്? ചൈനയും പാകിസ്ഥാനും ഇന്ത്യൻ കശ്മീരിനെ പങ്കുവച്ചത് എന്നു മുതലാണ്? ഏറ്റവും കലുഷിതമായ യുദ്ധവും സൈനിക സംഘർഷവും ഭീകരാക്രമണവും കൊണ്ട് സംഘർഷഭരിതമായ സ്ഥലമാണ് നമ്മുടെ കശ്മീർ. കശ്മീർ ഇന്ത്യയുടേതാണെന്നതിൽ പടിഞ്ഞാറ് ഗുജറാത്തിലുള്ളവർക്കും തെക്ക് കന്യാകുമാരിയിലുള്ളവർക്കും കിഴക്ക് അരുണാചലിലുള്ളവർക്കും സംശയമൊന്നുമില്ല. എന്നിട്ടും കശ്മീർ പൂർണ്ണമായും ഇന്ത്യയിലല്ല. കശ്മീരിന്റെ എത്ര ശതമാനമാണ് ഇന്ത്യയും ചൈനയും പാകിസ്ഥാനും നിയന്ത്രിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. 1947 ഇന്ത്യ സ്വതന്ത്രമാകുന്നു. സ്വാതന്ത്ര്യ സമയത്ത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങൾക്ക് 3 ചോയ്സുകളാണ് നൽകിയത്. ഒന്നുകിൽ ഇന്ത്യയിൽ ചേരുക, അല്ലെങ്കിൽ പാകിസ്ഥാനിൽ ചേരുക, അതുമല്ലെങ്കിൽ നിങ്ങൾ സ്വതന്ത്ര രാജ്യങ്ങളായി നിൽക്കുക. കശ്മീർ അന്ന് ഭരിച്ചിരുന്ന മഹാരാജ ഹരി സിംഗ് ആദ്യം ഇന്ത്യയിൽ ചേരാൻ വിസമ്മതിച്ചെങ്കിലും പിന്നീടൊരു പാക് അധിനിവേശം ഭയന്ന് ഇന്ത്യയുമായി ലയന കരാറിൽ ഒപ്പുവെക്കുന്നുണ്ട്. അതായത് ജമ്മു കശ്മീർ ഔദ്യോഗികമായി ഇന്ത്യയുടെ ഭാഗമായി എന്നർത്ഥം. എന്നാൽ പാകിസ്ഥാൻ സൈന്യത്തിന്റെ പിന്തുണയോടെ 1947 കശ്മീരിനെ പിടിച്ചെടുക്കാനുള്ള ഒരു ശ്രമം അന്ന് പാകിസ്ഥാൻ നടത്തുന്നുണ്ട്. ഇന്ത്യ ശക്തമായി ഇതിനെ ചെറുത്തു. അതൊരു യുദ്ധമൊക്കെയായി പരിണമിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ നെഹ്റു ഐക്യരാഷ്ട്രസഭയെ സമീപിച്ചു. UN അപ്പം എന്താ ചെയ്തതെന്നറിയാമോ? UN ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ ഒരു വെടിനിർത്തൽ കരാറിന് ബ്രോക്കറായി നിന്നു. സംഘർഷം അങ്ങനെയാണെന്ന് അവസാനിക്കുന്നത്. പക്ഷേ പാകിസ്ഥാൻ അതിക്രമിച്ചു കയറിയ ഭാഗങ്ങൾ അത്രയും പാകിസ്ഥാന്റെ അധീനതയിൽ തന്നെ നിലനിർത്തുകയും ചെയ്തു. ഇന്ത്യയുടെ കൈവശമുള്ള ഭാഗം ഇന്ത്യയുടെ കീഴിൽ നിലനിർത്താനുമാണെന്ന് ഉടമ്പടിയായി. ഇതോടെ നിയന്ത്രണ രേഖ അഥവാ LOC എന്നൊരു ലൈൻ കശ്മീരിൽ നിലയിൽ വരികയുണ്ടായി. കശ്മീരിനെ രണ്ടാക്കുന്ന ഈ ലൈനാണ് ഇന്നത്തെയും അതിർത്തി. അതായത് കശ്മീരിന്റെ 30% ഭാഗവും പാകിസ്ഥാന്റെ കസ്റ്റഡിയിലായി എന്നർത്ഥം. അപ്പോൾ ഈ ചൈന ഇത് എവിടെ നിന്ന് വന്നു കയറി? അതായത് ജമ്മു കശ്മീരിന്റെ കിഴക്കൻ ഭാഗത്തുള്ള മേഖലയായ ആക്സായ് ചിന്നാണ് ചൈനയുടെ കൈവശം പോയത്. 1950കളിൽ ചൈന ഈ മേഖലയിലൂടെ രഹസ്യമായി ഒരു റോഡ് നിർമ്മിച്ചു. പക്ഷേ ഇന്ത്യ ഇത് അറിഞ്ഞിട്ടില്ല. 1958 ആയപ്പോൾ ഇന്ത്യ ഇത് അറിയുകയും എതിർക്കുകയും ചെയ്തു. ഇതന്ന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. 1962 ആയപ്പോഴേക്കും പ്രശ്നം വളരെ വലുതായി വഷളായി ഒരു യുദ്ധത്തിലേക്ക് തന്നെ കടന്നു. ചൈന ആക്സായ് ചിന്നിലും അരുണാചലിലെ ചില ഭാഗങ്ങളിലും കടന്നാക്രമണം നടത്തി. ഇന്ത്യക്ക് പെട്ടെന്നുണ്ടായ ഈ കടന്നുകയറ്റത്തിൽ വലിയ തിരിച്ചടി നൽകാൻ അന്ന് സാധിക്കുന്നില്ല. പക്ഷേ ഏകപക്ഷീയമായി ചൈന തന്നെ അന്ന് വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. അരുണാചലിൽ നിന്ന് അന്ന് അവർ പൂർണ്ണമായി പിൻവലിയുന്നുണ്ടെങ്കിലും അക്സായ് ചിൻ അവരുടെ നിയന്ത്രണത്തിൽ തന്നെ നിർത്തി. ഷാക്സ്ഗം എന്ന കശ്മീരിന്റെ വടക്കുള്ള കുറച്ചു ഭാഗം പാകിസ്ഥാന്റെ കസ്റ്റഡിയിൽ അന്ന് പോയിട്ടുണ്ടായിരുന്നു. ഇവരിത് ചൈനയ്ക്ക് വിട്ടുകൊടുത്തു. അങ്ങനെ ജമ്മു കശ്മീരിന്റെ 15% ചൈനയുടെ കയ്യിൽ പോയി. അതായത് ജമ്മു കാശ്മീരിന്റെ 30% പാകിസ്ഥാൻ കസ്റ്റഡിയിലും 15% ചൈനീസ് കസ്റ്റഡിയിലും ബാക്കി 55% ഇന്ത്യയുടെ കയ്യിലുമായി എന്നർത്ഥം. ഇതാണ് നിലവിലെ കശ്മീരിന്റെ അവസ്ഥ. അതിർത്തിയും ഇങ്ങനെ തന്നെയാണ്. ഭൂമിശാസ്ത്രപരമായി പല കൈകളിലിരുന്നാലും ചരിത്രപരമായും നിയമപരമായും കശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ്. അതിൽ തർക്കമൊന്നുമില്ല. ആ പരിപൂർണ അധികാരമുള്ളത് കൊണ്ടാണ് ഇന്ത്യ കശ്മീരിനെ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായി മാറ്റിയത്. വിഷയവുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുകയും കൂടുതൽ വീഡിയോകൾക്കും വാർത്തകൾക്കും വെയിറ്റ് ന്യൂസ് ഫോളോ ചെയ്യുകയും ചെയ്യുക.